ഓക്കെ, ഇത് നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. CHSL 2020 ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഒരു 9 ഡിജിറ്റ് നമ്പർ. ആ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8475639 AB. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 99 വെച്ച് ഡിവിസിബിൾ ആണ്. 99 വെച്ച് ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരേണ്ടത് 99 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 × 9 ആണ്. അതായത് നിങ്ങളുടെ നമ്പർ 11 വെച്ചും ഡിവിസിബിൾ ആകണം, 9 വെച്ചും ഡിവിസിബിൾ ആകണം. ഇതാണ് ഒന്നാമത് വരേണ്ട ഐഡിയ. അപ്പോൾ നമ്മുടെ നമ്പർ 11 വെച്ചും ഡിവിസിബിൾ ആണ്, 9 വെച്ചും ഡിവിസിബിൾ ആണ്. ഇനി ഇതിന് മുമ്പിലുള്ള ക്ലാസ്സിൽ നമ്മൾ 11ന്റെ റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി 9ന്റെ റൂള് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്, 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി എന്ത് ചെയ്യും? സം എടുക്കും. സം എടുത്തിട്ട് ആ സമ്മ് വരുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യും. ഇവിടെ ഇപ്പോൾ 6 3 9, 9 9 18, 27 27 36. ഓക്കെ, 36. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇനി അല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അതേ കോൺസെപ്റ്റ് തന്നെ. അതായത് 9 അല്ലെങ്കിൽ സമ്മ് 9ന്റെ മൾട്ടിപ്പിൾ വരുന്നതെല്ലാം എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 9 ഞാൻ കളഞ്ഞു. ഇനി സമ്മ് 9 അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ വരുന്ന, ഇവിടെ 6 3 9, സമ്മ് 9 ആണ്. 8 1 9, സമ്മ് 9 ആണ്. എല്ലാം പോയി. അതിനർത്ഥം ഈ പറയുന്ന നമ്പർ 9 വെച്ച് ഡിവിസിബിൾ ആണ്. സോ അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ പറ്റുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം സമ്മ് കിട്ടണം. അപ്പോൾ 9 ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ 9 സമ്മ് 9 വരുന്നത് എല്ലാം കളയുവാണ്. ബാക്കി പോയിട്ട് 15 ഉണ്ട്. ഇനി അടുത്ത എയും ബിയും ഉണ്ട്, A+B ഉണ്ട്. ഓക്കെ, A+B ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓപ്ഷനിലോട്ട് പോവാം. ഇനി ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ 6 4 ആണ്. അതായത് 10. 6 4 10ഉം 15ഉം 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്തത് 5 3 ആണ്. 15ഉം 8ഉം. ഇത് സം 8 കിട്ടും. 15 8 23, അതുമല്ല. ഇനി അടുത്തത് 3 9 ആണ്. 12. 15ഉം 12 27 വരാം. അടുത്തത് ഇത് 8 4 12, അതും വരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൽ ഏതാണെന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുക, 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സപ്പോസ് അതല്ല എൻ്റെ ആൻസർ എങ്കിൽ ഇപ്പോൾ മിച്ചം 2 ഓപ്ഷനേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് മൂന്നാമത്തെ ബാക്കിയുള്ള ഓപ്ഷൻ ആയിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് സി തന്നെ ആദ്യം ചെക്ക് ചെയ്യും. സി ചെക്ക് ചെയ്യാനായിട്ട് 8 4 7 5 6 3 9 എ ബി. ഓക്കെ, ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഓൾട്ടർനേറ്റീവ് എടുത്ത് സം എടുക്കേണ്ട, പകരം അടുത്തടുത്ത 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഓക്കെ, അടുത്തടുത്ത 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഈ കിട്ടുന്ന സാധനത്തിന്റെ സം 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ചെക്ക് ചെയ്യാം. 4ഉം 2ഉം 6, 6ഉം 3ഉം 9, 9ഉം 9ഉം 18, 18ഉം 6ഉം 24. സോ ഇത് ആയിരിക്കത്തില്ല ഫൈനൽ ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും ഫൈനൽ ആൻസർ. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. 8 4 7 5 6 3 9 4 8. ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 8. ഓക്കെ, 4 2 6, 6 3 9, 9 5 14, 14 8 22. 22 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിളാണ്. സോ അതായിരിക്കും ഫൈനൽ ആൻസർ. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റും ആ എയും ബിയും തരുമ്പോൾ മാക്സിമം ഓപ്ഷൻ യൂസ് ചെയ്ത് തന്നെ ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.